ഓണവിശേഷങ്ങൾ അറിയാൻ ഇനി നമ്മൾ കൊല്ലത്തിലേക്കാണ് പോകുന്നത്. കൊല്ലം പാവുമ്പയിലെ ചുരുളി എന്ന കൊച്ചു ഗ്രാമത്തിൽ കുറേ അമ്മമാരുണ്ട്. ഈ ഓണക്കാലത്ത് വിശ്രമമില്ലാതെ കുട്ടയും വട്ടിയും മുറവുമെല്ലാം കൈക്കൊണ്ട് മെനഞ്ഞെടുക്കുന്നവർ. സർക്കാർ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായെങ്കിലും ഉപജീവനത്തിനായി പൈതൃക സമ്പത്തിനെ ഹൃദയത്തോട് നെയ്തു ചേർക്കുകയാണ് ഈ കുടുംബങ്ങൾ. തിരുവോണത്തിനാള് സാമ്പലാളപ്പിച്ച കുഞ്ഞും പൂരാനേ കറുമ്പനും വിളമ്പനും വന്ന് കേണട നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ട്. പുതുതലമുറയ്ക്ക് അന്യമാകുന്ന കാഴ്ചകൾ. കുട്ടയും വട്ടിയും മുറവും അടപ്പുകുട്ടയുമൊക്കെ ഈറയിൽ ഭംഗിയോടെ മെനഞ്ഞെടുക്കുന്നു. പാരമ്പര്യമായി പകർന്നു കിട്ടിയ അറിവുകൊണ്ട് മലയാളി മനസ്സിനെ പോയകാല ഓർമ്മകളിലേക്ക് ഇഴനെയ്ത് വിളിക്കുകയാണ് ഈ അമ്മമാർ. മഞ്ഞളരച്ചകറി വെളുത്തരിച്ചോറുമെടുത്തവളെ തെയ്യത്തിനെന്താരേ തിനെന്തോം താരതിനെന്താരേ കണ്ടെത്തി തളുകാനിരത്തി തവതോന്താരാം രണ്ടാം കണ്ടെത്തി തളുകാനിരത്തി തവതോന്താരാം പൈതപ്പൂറങ്കറി നില്ലടി പെണ്ണേ തകതോന്താരാം പൈതപ്പൂറങ്കറി നില്ലടി പെണ്ണേ തകതോന്താരാം വളയങ്കളഞ്ഞും വെച്ചു അവിടെ നിന്നു പേശുന്നു പാണ്ടിമണ്ണങ്ങളും പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല പാണ്ടിമംഗലം പട്ടാളം പട ജയിച്ചു വന്നതും പട്ടാളം. ഇത് പ്രതീക്ഷയുടെ ഓണക്കാലമാണെങ്കിലും പ്രതിസന്ധികളും ഏറെയാണ്. ഈറ കിട്ടാനൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ കോർപ്പറേഷൻ ഇതിനാണ് വരുന്നത്, പിന്നെ ഈ ബാമ്പു കോർപ്പറേഷൻ അവിടുന്ന് ഞങ്ങൾ അവിടെ പോയി എടുക്കുന്നത് ഞങ്ങൾ പിന്നെ 350 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈറ കിട്ടും അവിടുന്ന്. അത് ഞങ്ങൾക്ക് പാസ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, പാസ് ഇല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ എടുക്കുന്ന പറഞ്ഞാൽ മുതലാളിമാരുടെ താമരക്കുളത്തു നിന്ന് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. അവരിരട്ടി പൈസ എടുത്താണ് നമുക്ക് ഈറ തരുന്നത്. അതിപ്പോൾ നമ്മൾ 1 കെട്ട് ഈറ എടുത്താലും 2 കെട്ട് ഈറ എടുത്താലും 10 കെട്ട് എടുത്താലും പിന്നെ ഇവിടെ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ 500 രൂപ കൊടുത്തിരിക്കണം. 500 രൂപ വണ്ടിക്കൂലി മാത്രം. അവിടെ ഈറ വില എന്ന് പറഞ്ഞാൽ 600-700 രൂപയോളം ഈറ വില വരുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ എല്ലാം കൂടെ കണക്കാക്കി എടുത്ത് ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈറ കിട്ടാനൊക്കെ. പിന്നെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇറങ്ങിയിടം തൊട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഡിമ്മുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ ഇതുണ്ടാവുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നിരവധി കുട്ടികൾക്ക് ഇവർ ഈ അറിവ് പകർന്നു നൽകുന്നുണ്ട്. കാഴ്ചയിൽ വളരെ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും അതീവ ജാഗ്രതയോടെയാണ് മൂർച്ചയുള്ള ഈറയെ കൈകാര്യം ചെയ്യുന്നത്. ഇവർക്കിടയിൽ കരകൗശല വസ്തുക്കൾ സൃഷ്ടിക്കുന്ന അമ്മമാരുമുണ്ട്. ഞങ്ങൾ പോയി പഠിച്ച് ഞങ്ങൾക്ക് സൈബന്റ് തന്ന് പഠിപ്പിച്ചതാണ് ഞങ്ങളിത്. പക്ഷെ അതിന് ഞങ്ങൾക്ക് കൊട്ടുപിടി വേണം, പിച്ചാത്തി വേണം, അതിനൊക്കെ വേറെ സാധനങ്ങളൊക്കെ വേണം. അതിന് ഉളി, കൊട്ടുപിടി, നല്ല പിച്ചാത്തി, വെട്ടോത്തി അതൊക്കെ അത് വേണം അത് ശരിയാക്കുന്നതിന്. പിന്നെ പച്ച എന്നിട്ട് അങ്ങോട്ട് പിടിക്കുമ്പോഴേ കൈ മുറിയുക. അന്നും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. പിന്നെ ഇത് വെച്ച് വീടുണ്ടാക്കും, പൂവുണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഈറ വെച്ച്. ജോലിക്കിടയിലും കലയെ ചേർത്തു പിടിക്കുന്നവരാണ് ഈ കുടുംബങ്ങൾ. ഈ പ്രയാസങ്ങൾക്കിടയിലും അവർ വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ ദൈവഹീനമായിട്ട് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടുള്ള കലയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ഈ സാംബോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അറിയാമല്ലോ, അവർക്കെല്ലാം ഒരു കലയിലൂടെ വലിയൊരു സ്നേഹമുള്ള ആൾക്കാരാണ്. അവർ ജോലി എടുക്കുമ്പോഴും അവർ പാടിക്കൊണ്ടാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്തായാലും എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ഓണം ആഘോഷിക്കും. അപ്പം 2 ദിവസത്തിനകം എല്ലാം തന്നെ മുറവും കൊട്ടയൊക്കെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഈറയ്ക്കുള്ള ബുദ്ധിമുട്ട് അവർക്ക് കുറേ പേർക്കൊക്കെ സുഖമില്ലാത്തവരുണ്ട്. അവർ ഇരുന്നുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് കൊണ്ടു കൊടുക്കാൻ എടുക്കാൻ പോകാനൊരു നിവൃത്തിയില്ലാതെ കിടന്ന് വലയുന്ന ഒരു അവസരമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ്
അധികാരികളോട് എനിക്ക് പറയാം. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ 30 ലക്ഷം രൂപ പരമ്പരാഗത ഉൽപ്പന്ന നിർമ്മാണത്തിനായി നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മിനിസ്റ്ററായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ നമുക്ക് ഈ തഴവ പഞ്ചായത്തിൽ തന്നെ വന്ന് ഇനാഗുറേഷൻ നടത്തിയായിരുന്നു. നമുക്കൊരു 30 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട്. പക്ഷേ 2 വർഷമായിട്ടും ആ ഫണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കഴിഞ്ഞു. ഒരു 100ഓളം ആൾക്കാർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തും കഴിഞ്ഞു. പക്ഷെ നാളിതുവരെയായിട്ടും അതിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഈ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായിട്ടുള്ള കൊട്ടാവട്ടി നെയ്യാനുള്ള ഒരു സഹായം എന്ന നിലയിലാണ് അത് അനുവദിച്ചത്. പക്ഷേ അത് നാളിതുവരെയായിട്ട് ഇവരുടെ കൈകളിൽ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായെങ്കിലും പിന്നോട്ടില്ല. പ്രതീക്ഷയോടെ അവർ ഓരോ ഇഴകളും ചേർക്കുകയാണ്. വളയും കളഞ്ഞു പെണ്ണങ്ങ് അവിടെ നിന്നും പേശുന്നേ പേശണ്ട പിണങ്ങണ്ട പെണ്ണേ കനക മുത്തുമുത്തും പൊന്നോല മുഖപ്പണിഞ്ഞതും പൊന്നോല പാണ്ടിമണ്ണങ്ങളും പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല പാണ്ടിമംഗലം പട്ടാളം പട ജയിച്ചു. കാലത്തിനൊപ്പം ജീവിത രീതികളും മാറുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പൈതൃക സ്വത്തിനെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ചുരുളിയിലെ അമ്മമാർ. ഉപജീവന മാർഗത്തിലുപരി ഇതൊരു ഗ്രാമത്തിന്റെ ഐക്യം കൂടെയാണ്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.